ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇതിന് നമുക്ക് അരി അരച്ചിട്ട് കലക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിത് അരിപ്പൊടിയിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ വളരെ ഈസിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻറ്റ് നെയ്യപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടിപ്പോൾ ഞാൻ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയില്ലേ, അതാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. മൈദയ്ക്ക് പകരം വേണമെങ്കിൽ ആട്ട യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റവ നമ്മൾ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ നെയ്യപ്പത്തിൻ്റെ മേൽഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതിന് കൂടെ 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ഏലക്ക പൊടിച്ചതിട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ എള്ളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 2 നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അളവ് അധികം കൂടിപ്പോകരുത്, 2 നുള്ള് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതെന്തിനാണ് നമ്മൾ ചേർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടാണല്ലോ നെയ്യപ്പം ഉണ്ടാക്കുന്നത്, മാവ് കലക്കി വെക്കണമൊന്നുമില്ല, അതുകൊണ്ടാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് തേങ്ങ കൊത്ത് ചേർത്ത് കൊടുക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. എനിക്ക് ഇങ്ങനെ ചേർക്കാനാണ് താല്പര്യം, അതുകൊണ്ടാണ് ഞാൻ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 കപ്പ് ശർക്കരപ്പാനി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറേശ്ശെയായിട്ട് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഈ മാവ് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. 1/2 കപ്പ് ശർക്കരയും 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാൻ പാനി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അതിൽ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. പിന്നെ ഈ ശർക്കരപ്പാനി നമുക്ക് തികഞ്ഞില്ലെങ്കിൽ അവസാനം നമുക്കിതിൽ കുറച്ച് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഈ മാവൊന്ന് കലക്കിയെടുത്താൽ മതി. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ചെറിയ ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് കലക്കിയെടുക്കുന്നത്. എനിക്ക് മധുരമൊക്കെ കറക്റ്റാണ്, അതുകൊണ്ട് ഞാൻ ഇനി ശർക്കരപ്പാനി ചേർക്കുന്നില്ല. പിന്നെ നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തോളൂ. നെയ്യ് ചേർക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ നെയ്യപ്പത്തിന് കിട്ടുന്നത്. എൻ്റെ കയ്യിൽ നെയ്യ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് നമ്മുടെ മാവ് കലക്കിയെടുക്കേണ്ടത്. കുറേ ലൂസാവാനും പാടില്ല, കുറേ അങ്ങോട്ട് കുറുകാനും പാടില്ല. ഇനി നമുക്ക് ഈ മാവ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഉടനെ തന്നെ നെയ്യപ്പം ഉണ്ടാക്കി തുടങ്ങാം. ഇനി നമുക്ക് മാവ് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണയ്ക്ക് അത്യാവശ്യം നല്ല ചൂട് വേണം. മാവ് ഒഴിച്ചതിന് ശേഷം പിന്നെ തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ ഉൾഭാഗം ഒന്നും വെന്ത് കിട്ടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ഭാഗം ഒന്ന് ആയി വന്നതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇതിന് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി അടുത്ത ഭാഗമാകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ നെയ്യപ്പം ഇവിടെ ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊന്ന് റെഡിയാക്കി എടുക്കാം. തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അടുത്ത നെയ്യപ്പം ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നെയ്യപ്പമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഈ ഒരു അളവിന് അത്യാവശ്യം വലിപ്പമുള്ള 5 നെയ്യപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടോ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.